സന്തോഷത്തിലാണ് ഞാൻ. ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇത്ര ധന്യമായൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. സത്യം പറഞ്ഞാൽ ആ സ്വാമിയുടെ മുമ്പിൽ നിന്നപ്പോൾ, ആ വിളക്കിൽ തെളിയിച്ചപ്പോൾ, ആ നട തുറന്ന് ആദ്യമായിട്ട് ആ വിഗ്രഹം കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് എല്ലാം നിറഞ്ഞത്. കാരണം ഇത്ര മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ, ഈ കടലിൻ്റെ തീരത്ത് ഇത്ര മനോഹരമായ ഒരു ക്ഷേത്രം ഒരിക്കൽ പോലും ഞാനിങ്ങനെ സ്വപ്നത്തിൽ പോലും ഇത്രയും ഭംഗിയായിട്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളറിയാതെ ഒരു എന്താ പറയുക, അങ്ങനെ ഇംഗ്ലീഷിൽ വൈബ് എന്ന് പറയും, അങ്ങനെ മലയാളത്തിൽ പെട്ടെന്ന് എനിക്കൊരു വാക്ക് കിട്ടുന്നില്ല. അത് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെടാറില്ല. ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളുടെ പേര് എടുത്തു പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഞാൻ പറയുന്നു, ചില ക്ഷേത്രങ്ങളിൽ ചെന്ന് നമ്മളെ കാലവിടെ നമ്മുടെ വലുതുകാലം വെച്ച് കയറുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഒരു ശക്തി നമ്മളിലേക്ക് വരികയും അങ്ങനൊരു ഭയങ്കരമായിട്ടൊരു അനുഭവമാണ് എനിക്കുന്നുണ്ടായത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇത്രയും നല്ല ഒരു മുഹൂർത്തത്തിൽ, പ്രത്യേകിച്ച് തിരുമേനിയോടൊപ്പം കഴിഞ്ഞ 10-37 വർഷക്കാലമായി എൻ്റെ യാത്രയിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകൾ തന്നിട്ടുള്ള വ്യക്തിയാണ് തിരുമേനി. എത്രയോ പാട്ടുകൾ കഴിഞ്ഞ 32 വർഷം മുമ്പ് ഇവിടെ വന്ന് സ്വാമിയെ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതിട്ട് അദ്ദേഹം പോയിട്ട് നേരെ മെഡ്രാസിൽ പോയിട്ട് എഴുതിയ പാട്ടാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ. എനിക്ക് പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എന്തായാലും വീണ്ടും ഇത്രയും 32 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ വന്നു നിൽക്കാനും മന്ത്രി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ നട തുറന്ന് അവിടെ നിന്ന് കുറച്ചേറെ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം, അതുകൂടാതെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു മേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം, ഇതൊക്കെ ദൈവം എന്തോ കൽപ്പിച്ചെനിക്ക് തന്നതുപോലെ ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു അതിഥിയല്ലാതെ കുടുംബസമേതം എല്ലാവരും കൂടി ഇവിടെ വന്ന് തൊഴുവാനുള്ള ഭാഗ്യം ഏറ്റവും അടുത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോളും ഭാര്യയും മരുമോനും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് നിന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. സുമേഷിനെ ഞാൻ എപ്പോഴും ബന്ധപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ സുമേഷിനെ വിളിച്ചോളാം. എന്തായാലും സന്തോഷം. അടുത്തൊരു 2 മണിക്കൂർ പഞ്ചാരിയുടെ 2, 3, 4, 5 കാലങ്ങൾ പൊട്ടിക്കയറുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. ഒരുപാട് സന്തോഷം. വീണ്ടും നന്ദി, നമസ്കാരം. താങ്ക് യു.